റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യം, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ഡിഫൻസ് സിസ്റ്റം ഉള്ള രാജ്യം, ഏറ്റവും നല്ല ആർമികളുള്ള രാജ്യം, അതുപോലെ തന്നെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആർമിയുള്ള രാജ്യം, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ഥലത്ത് രാവിലെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് രാത്രിയാവുന്ന രാജ്യം, മണിക്കൂറുകൾ തമ്മിൽ വ്യത്യാസമുള്ള രാജ്യം, അതുപോലുള്ള ഈ ഒരു റഷ്യയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. പൊതുവെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും, അതുപോലെ തന്നെ യക്കൂത്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ജോബ് വാക്കൻസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേർക്ക് ജോബ് വാക്കൻസികൾ വന്നിട്ടുണ്ട്. പല സ്ഥലത്തേക്കും, റഷ്യ എന്ന രാജ്യത്തെ പല ഒബ്ലാസ്റ്റിലേക്കും പല സ്റ്റേറ്റിലേക്കും ജോബ് വാക്കൻസികൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. റഷ്യ എന്ന രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റഷ്യ എന്താണെന്നുള്ളത്. ഒരുപാട് രാജ്യങ്ങൾ റഷ്യക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഒറ്റക്ക് നിന്ന് പോരാടിയ രാജ്യമാണ് റഷ്യ. ഇന്ന് മറ്റു രാജ്യങ്ങൾ റഷ്യയുടെ പിന്നിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉപരോധങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്ക് നേരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ അവർ തന്നെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് വരെ മറ്റു രാജ്യങ്ങൾ എത്തുകയാണെങ്കിൽ, അതായത് നല്ല ഏറ്റവും പവർഫുൾ കൺട്രി ആയിട്ടുള്ള നാറ്റോ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ, അതായത് നാറ്റോ, അതായത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഈ നാറ്റോ പോലും ഈ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളൊക്കെ ഇപ്പൊ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക, ലോകത്തിൽ തന്നെ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക പോലും റഷ്യക്കെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം റഷ്യ എന്ന രാജ്യത്തിന്റെ ആ ഒരു പവറും ഡിഫൻസ് സിസ്റ്റം. റഷ്യ എന്ന രാജ്യം സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ്. ഓൾറെഡി ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതായത് ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളും, റഷ്യ അത്രയും വലിയ രാജ്യമായിട്ടും പല സ്ഥലങ്ങളും ഓൾറെഡി ഡെവലപ്ഡ് ആണ്. റഷ്യ എന്ന രാജ്യം ഇപ്പോഴും ഡെവലപ്പിംഗിലാണെങ്കിലും പോലും പല സ്റ്റേറ്റുകളും ഓൾറെഡി ഡെവലപ്ഡ് ആണ് റഷ്യയിൽ. അത് നമുക്ക് കണ്ണടച്ച് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റഷ്യയിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് റഷ്യയിൽ താമസിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നല്ല അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കുറഞ്ഞ രാജ്യമാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും പല തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അൺസ്കിൽഡ് ജോബ് കാറ്റഗറിയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഈ റഷ്യ എന്ന രാജ്യത്ത് വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് റഷ്യയിൽ വന്നതുകൊണ്ട് മാത്രമായില്ല. റഷ്യൻ ലാംഗ്വേജിനോടും നമുക്ക് റഷ്യ എന്ന രാജ്യത്തോടുള്ള ഒരു കൂറ്, എന്താ പറയുക, റഷ്യ ആ രാജ്യത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ രാജ്യത്തോടുള്ള ഒരു എന്താ പറയുക, ആ രാജ്യം നമുക്ക് അന്നം തരുന്ന രാജ്യം എന്നുള്ള ഒരു ബോധം കൂടി നമുക്കുണ്ടാവണം എപ്പോഴും. കാരണം ഇവിടെ വന്നിട്ട് എന്താ പറയുക, മോശമായ കാര്യങ്ങൾ ചെയ്യുക, കോർപ്പറേറ്റങ്ങളിൽ പോയി ഇടപെടുക, മറ്റു മാഫിയ സംഘങ്ങളെ കൂടെ പോവുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ കേസിലാക്കപ്പെടുകയും നിങ്ങൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു ഈ രാജ്യം തന്നെ, നിങ്ങൾ അന്നം തരുന്ന രാജ്യം തന്നെ നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മോസ്കോയിലാണ്. മോസ്കോയിൽ ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ മറ്റു പല ഒബ്ലാസ്റ്റിലും മറ്റു സ്റ്റേറ്റുകളിലും റഷ്യയിൽ അവിടെ രാത്രിയാണ്. പിന്നെ പോളാർ നൈറ്റ് വളരെ മനോഹരമായിട്ട് ഒരു രക്ഷയുമില്ലാതെ പോളാർ നൈറ്റ് ഒക്കെ മുർമസ്ക് ഒബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോളാർ നൈറ്റ് ഒക്കെ വരാറുണ്ട്. അതായത് മഴവില്ല് കളർ പോലെ പല വയലറ്റ്, അത് കാണാനായിട്ട് ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ് അങ്ങോട്ടേക്കൊക്കെ. അത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഒരു ടൈം നമുക്ക് അവിടെ നിന്ന് ചിലപ്പം ആ ഒരു ലൈറ്റ് കാണണമെന്നില്ല. പോളാർ നൈറ്റ് ചില സമയങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടാം. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ റഷ്യയിലുണ്ട്. ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ല ഒരു രാജ്യമാണ് റഷ്യ എന്ന രാജ്യത്ത്. നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യം തന്നെയാണ് റഷ്യ. പക്ഷെ റഷ്യയുടെ ഒരു ഭാഗം മാത്രം നമ്മൾ കാണിക്കുമ്പോൾ അതുപോലെ തന്നെ റഷ്യയുടെ ഒരു മറുഭാഗം കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് പലതരത്തിലുള്ള മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വെള്ളമടിച്ചു കഴിഞ്ഞാൽ സ്വയം ബോധം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവിടെയും അതുപോലെയുണ്ട്. അതുപോലെ ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ അധികം മരണപ്പെടുന്നത് ഈ അമിതമായിട്ടുള്ള ഇവിടെ ഉണ്ടാവുന്ന പിന്നെ കള്ളുകൾ കുടിച്ചിട്ട് രാത്രി അവർക്ക് ഈ കള്ളുകൾ, അതായത് ഈ തണുപ്പിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളുകൾ അമിതമായിട്ട് കള്ളു കുടിച്ചിട്ട് രാത്രി എവിടെയെങ്കിലും പോയി വീഴും. നമ്മുടെ രാജ്യം പോലെയല്ല. എവിടെയെങ്കിലും പോയി കാല് ഇടറി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ അതിന് ബോധം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവർ ഡെഡായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അത്രയും ഈ കൊടും തണുപ്പിൽ എവിടെയെങ്കിലും പുറത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റഷ്യയിൽ മരണപ്പെടുന്നത്. അതുപോലെ തന്നെ റഷ്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ റഷ്യ എന്ന രാജ്യത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ
സൂര്യപ്രകാശം ഉദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അതായത് രാവിലെ, അതായത് ചില സമയത്ത് പോളാർ നൈറ്റ് എന്ന് പറയും. അതായത് പോളാർ നൈറ്റ്, അതുപോലെ തന്നെ ഈ ഡേ നൈറ്റ് അങ്ങനെയൊക്കെ പറയാം. പോളാർ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ, രാത്രി 12 മണിയായാലും 1 മണിയായാലും സൂര്യപ്രകാശം ഉദിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യപ്രകാശം. 3 മാസം മുഴുവനും സൂര്യപ്രകാശമായിരിക്കും. അവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല. 3 മാസം കഴിയുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക. പിന്നെ നമുക്ക് നോർമൽ കാലാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് പകൽ, രാത്രിയും പകൽ, രാത്രി പകൽ. പിന്നെ നമുക്ക് വരുന്നത് ഫുൾ നൈറ്റ്. സൂര്യനെ കാണില്ല. 3 മാസത്തേക്ക് നിങ്ങൾക്ക് സൂര്യനെ അവിടെ എവിടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. സൂര്യപ്രകാശം എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ യക്യൂത്യ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാം. റഷ്യയിലുള്ള അതികഠിനമായിട്ടുള്ള ശൈത്യമാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ജോലി വേക്കൻസി ആയിട്ടുള്ള പല ആൾക്കാരും വരാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ വായുവോട് പറയുമ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല കൈയോട്. നമ്മളത് അനുഭവിച്ച് അറിയുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ക്രിട്ടിക്കൽ എത്രത്തോളം കഷ്ടപ്പാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്കതിന് സാലറി ചിലപ്പോൾ കൂടുതലുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് നമ്മളെ കൊണ്ട് നമ്മൾ ഈ ബോഡി വെച്ചൊന്നും നമുക്ക് പുറത്ത് പണിയെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവർക്കും ഒക്കെയാണ്, അവർക്ക് കുഴപ്പമില്ല. യക്യൂത്യ എന്നൊക്കെ ഈ റഷ്യയിലുള്ള ആളുകൾ തന്നെ യക്യൂത്യ എന്ന രാജ്യത്തെ പോയി പണിയെടുക്കാൻ വേണ്ടി അവർക്ക് തന്നെ ഭയമാണ്, അവർക്ക് തന്നെ പേടിയാണ് അവരെ. കാരണം യക്യൂത്യ എന്ന് കൂടുതൽ -75 കൂടുതലും, അതായത് -75 കൂടുതലും തണുപ്പുള്ള രാജ്യങ്ങളാണ്. അവിടുത്തെ ആളുകൾ കണ്ണ് പോലും എത്രയും ഫുൾ ബോഡി കവർ ചെയ്ത് 2 ജാക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. കാറൊക്കെ ഓൾ ടൈം ഫുൾ ടൈം ഇതിന്റെ എഞ്ചിൻ ഓൺ ആക്കി ഇടും ഫുൾ ടൈം. അതായത് രാത്രി ഫുള്ളോ അല്ല രാവിലെ പിന്നെ കാർ സ്റ്റാർട്ടാക്കാൻ നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവില്ല. ഐസ് മൂടി അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ എനിക്ക് ഒരാൾ ഒരു ഇത് അയച്ചെന്നായിരുന്നു, ഒരു കോൺട്രാക്ട്. അതായത് അത് യക്യൂത്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ അയാൾക്ക് വലിയൊരു കുഴപ്പമില്ലാത്തൊരു സാലറിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ജോലി. അപ്പോൾ ഇവരെ ഞങ്ങൾക്ക് കോൺട്രാക്ട് ഇൻവിറ്റേഷനും ഒന്നും എനിക്ക് അവർ അയച്ചു തന്നിട്ടില്ല. അവർ പറഞ്ഞു ഇങ്ങനെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് യക്യൂത്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു യക്യൂത്യ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞത് കൊടും തണുപ്പാണ്. നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും അവിടെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കൊടും തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തണുപ്പാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത്രയും മനസ്സിന്റെ പവറും കാര്യങ്ങളൊക്കെ വില്ലിംഗ് പവറുള്ള ആളുകൾക്കൊക്കെ ഒക്കെയാണ് അവിടെ ജീവിക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറയാനും ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് വരാനും വളരെ വലിയൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മൂർമൻസ്ക് സ്ഥലത്തൊക്കെ 3 മാസം രാത്രി. അപ്പം നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. വിറ്റാമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കുറവാണ്. വിറ്റാമിൻ ഡി കിട്ടുന്നില്ല. അപ്പോൾ ആ ഡെഫിഷ്യൻസി അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി വിറ്റാമിൻ ഡിന്റെ ഒരു തുള്ളി മരുന്നുണ്ട്. അത് നമ്മൾ വായിലിറ്റിക്കാം. എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത്, പക്ഷെ എന്നാലും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന എനർജി അതിൽ കിട്ടത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വെൽഡിങ്ങിന്റെ ജോബിലൊക്കെ നേരത്തെ ഒരു 2018-17 ആ സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് മുർമൻസ്കിൽ ജോലി ചെയ്തിട്ട് നൈറ്റ് ഇമ്മ്യൂണി സിസ്റ്റം കുറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടുന്ന് 1 മാസം പോലും തികച്ചും ജോലി ചെയ്യാതെ നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വരുന്ന സ്ഥലം അത് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ തണുത്തുറഞ്ഞ ഒരുപാട് റഷ്യയിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ വീണ്ടും എടുത്തു പറയണം, നിങ്ങൾക്ക് അവിടെ നിന്നും ജോലി ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കഠിനമായ തണുപ്പായിരിക്കും, അതികഠിനമായിട്ടുള്ള തണുപ്പായിരിക്കും. നമ്മൾ കാണുമ്പം വളരെ മനോഹരമായിട്ട് കാണുന്നതായിരിക്കും, പക്ഷെ കാണുന്നത് പോലെയല്ല. നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ടാവും, പക്ഷെ ആ ഫ്ലവർ നമ്മൾ തൊട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആ മുള്ള് നമ്മുടെ കയ്യിൽ തറക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു എന്താണ് ഫീലിംഗ് എന്ന് മനസ്സിലാകുന്നത്. അത് റഷ്യ രാജ്യത്തെ ആ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞുമലകളൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും. അത് അനുഭവിച്ചറിയുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ഏത് രാജ്യത്തേക്കാണ്, ഏത് ഒബ്ലാസ്റ്റിലേക്കാണ് അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് കയറി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം പലർക്കും അറിയത്തില്ല ഏതാണ് ഈ സ്റ്റേറ്റിലേക്കാണ് ജോലി വരുന്നത്, എങ്ങനെയാണില്ലെന്ന് അതൊക്കെ അറിയത്തില്ല. അത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും വിളിക്കണം.